വാട്ട് ആർ യു തിങ്കിങ് റൈറ്റ് നൗ? ഇത് പറയുമ്പം മോസ്റ്റ് ഓഫ് ദം ഈ വീഡിയോയിലായിരിക്കും ശ്രദ്ധ, അല്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ചിന്തകളൊക്കെ. പക്ഷേ അതേസമയം നിങ്ങളുടെ തോട്ട്സ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ, ലാസ്റ്റ് ടൈം നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ പാരൻസുമായിട്ട് നടന്ന ആർഗ്യുമെൻറ്റ്സ്, ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് എൻലെസ് ആയിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ് മാറാം അല്ലേ? നമ്മൾ പറഞ്ഞു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരു ടോർച്ച് ലൈറ്റ് പോലെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ തോട്ട്സും. ഓക്കെ, അപ്പോൾ ഈ തോട്ട്സിനെ മനസ്സിലാക്കണമെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ 2 രീതിയിലാണ് ഇതിനെ എടുക്കുന്നത്. ഇത് കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തോട്ട്സിൻ്റെ ബേസിക് എലമെൻസിനെ പഠിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആദ്യം അവർ തീരുമാനമെടുത്തത്. പിന്നെ രണ്ടാമത് പുറത്തുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും കൂടെയാണ് രണ്ടാമതായിട്ട് അവർ പഠിക്കാൻ ആഗ്രഹിച്ചത്. ഇത് രണ്ടും നോക്കിയാൽ മാത്രമേ നമുക്കൊരു തോട്ട് അല്ലെങ്കിൽ തിങ്കിങ്ങിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് എലമെൻറ്റ്സ് ഓഫ് തോട്ട്സ്. അതായത് തോട്ട്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കോൺസെപ്റ്റ്സ്, പ്രപ്പോസിഷൻസ്, ഇമേജസ്. ഓക്കെ, അപ്പം കോൺസെപ്റ്റ്സ്. ബിഫോർ ടെല്ലിങ് വാട്ട് ഇസ് കോൺസെപ്റ്റ്സ്, നിങ്ങൾ ഇമേജസ് ശ്രദ്ധിക്കുക. ദർ ഇസ് എ ജർമ്മൻ ഷെപ്പേർഡ്, ദർ ഇസ് എ റിട്രീവർ, ദർ ഇസ് എ റോട്ട്വീലർ. They all look different, പക്ഷേ they are all dogs അല്ലേ? Now how about these items? There is a tractor, there is a Ferrari, there is an elevator. What does these have in common? ചിലപ്പം ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുത്തിട്ടുണ്ടാവും. പക്ഷേ they are all vehicles അല്ലേ? നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. ഇതിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുക്കളും അവരുടെ ദേ ലുക്ക് ഓൾ ഡിഫറെൻ്റ് അല്ലേ? അവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങൾ പെർസീവ് ചെയ്തു ദറ്റ് ഫസ്റ്റ് വൺ ഡോഗ്സ് ആണ്, സെക്കൻഡ് വൺ വെഹിക്കിൾസ് ആണെന്നുള്ളത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ സിമിലർ ആണ്, ചില കാര്യങ്ങളിൽ ഇവർക്കൊരു സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചു. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ചെറിയ സ്പാനിനുള്ളിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയത്? വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കോൺസെപ്റ്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് ആക്കാനുള്ള എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വി ക്യാൻ ഡിഫൈൻ കോൺസെപ്റ്റ്സ് ആർ മെൻ്റൽ കാറ്റഗറീസ് ഫോർ ഒബ്ജെക്ട്സ്, ഈവൻറ്റ്സ്, എക്സ്പീരിയൻസസ് ഓർ ഐഡിയാസ് ദാറ്റ് ആർ സിമിലർ ടു വൺ അനദർ ഇൻ വൺ ഓർ മോർ റെസ്പെക്ട്സ്. ഓക്കെ, സോ ഈ കോൺസെപ്റ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പല ഇതുപോലുള്ള ഇതുപോലുള്ള ഗ്രൂപ്പ്സിനെ, ഡൈവേഴ്സ് ഒബ്ജക്ട്സിനെയും ഈവൻസിനെയും ഐഡിയാസിനെയും ഒന്നും എഫിഷ്യൻറ്റ് മാനറിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ വേൾഡിൽ നടക്കുന്ന പല ഐറ്റംസ്, പല ഡൈവേഴ്സ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള കാര്യങ്ങളെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ഓഫ് തോട്ടിനെയാണ് കോൺസെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി 2ആയിട്ടാണ് കോൺസെപ്റ്റ്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്: ലോജിക്കൽ കോൺസെപ്റ്റ്സും അതുപോലെ നാച്ചുറൽ കോൺസെപ്റ്റ്സും. ലോജിക്കൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ കോൺസെപ്റ്റ് ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഡിഫൈൻഡ് ബൈ എ സെറ്റ് ഓഫ് റൂൾസ് ഓർ പ്രോപ്പർട്ടീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ട്രയാങ്കിൾ ആവണമെങ്കിൽ അതിന് 3 സൈഡ്സ് വേണം. അതിൻ്റെ ആംഗിൾസ് എല്ലാം 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, സ്ക്വയർ ആണെങ്കിലോ 4 സൈഡ് വേണം, ആൻഡ് ഈക്വൽ ലെങ്ത് ആയിരിക്കണം. ഓൾ 4 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കണം. വിച്ച് മീൻസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ അതിനൊരു സെറ്റ് ഓഫ് റൂളുണ്ട്. അതുപോലെ തന്നെ സ്ക്വയറിനും ദേ ഹാവ് എ ഫിക്സ്ഡ് റെഡിലി സ്പെസിഫൈഡ് സെറ്റ് ഓഫ് ഡിഫൈനിങ് ഫീച്ചേഴ്സ്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റാണ് നാച്ചുറൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് അങ്ങനെ സ്പെസിഫിക് ഫിക്സ്ഡ് ബൗണ്ടറീസോ അങ്ങനെ സെറ്റ് ഓഫ് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. നാച്ചുറൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പം
Concepts that are not based on a precise set of attributes or properties do not have clear-cut boundaries and are often defined by prototypes. Yes, prototypes. Prototypes എന്നുള്ളത് നാച്ചുറൽ കോൺസെപ്റ്റ്സിൻ്റെ ഒരു ഘടകമാണ്. പ്രോട്ടോടൈപ്പ് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ളൊരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മളൊരു പുതിയ കാര്യം കാണുമ്പം എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിനെ നമ്മൾ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത ആ കാര്യമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഘടകമാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഒരു പുതിയ ഐറ്റം കാണുവാണ് എന്ന് വിചാരിക്കുക. ആൻഡ് ആ ഐറ്റത്തിന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച പ്രോട്ടോടൈപ്പുമായിട്ട് ഒരുപാട് സാമ്യമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആ നേരത്തെ സേവ് ചെയ്ത് വെച്ച കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മൾ നാച്ചുറലായിട്ടുള്ള 2 കോൺസെപ്റ്റ്സ് എടുക്കാം, ഫ്രൂട്ടും ആർട്ടും. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറയുമ്പം നമ്മുടെ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്, ലൈക്ക് ആപ്പിൾ, ഓറഞ്ച്, ബനാന. ഇതാണ് നമ്മൾ കോമൺലി പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. പക്ഷേ അതേസമയം വളരെ ലെസ് ചാൻസാണ് അവക്കാഡോയും ടൊമാറ്റോയും ഒലിവ്സൊക്കെ പറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതുപോലെ തന്നെ ആർട്ടിനുമുണ്ട്. ആർട്ട് എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പം എല്ലാവരും കൂടുതലും ചിന്തിക്കുന്നത് പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, സ്കൾപ്ചേഴ്സ് ഒക്കെയാണ്. ഓക്കെ, വേറെയും ആർട്ടുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ഈ പ്രോട്ടോടൈപ്സ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യമായിരിക്കും, എങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്? ടൈപ്സ് പറഞ്ഞു, എന്താണ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു, പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? എങ്ങനെയാണ് നാച്ചുറൽ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കോൺസെപ്റ്റ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? ഇതിനൊരു സ്പെസിഫിക് ആൻസർ ഒന്നുമില്ല, പക്ഷേ പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തിനെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സും ആട്രിബ്യൂട്ട്സിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് പോസിബിലിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ ഐറ്റം കണ്ടു, അതിനെ ഞാൻ സ്റ്റോർ ചെയ്തു മെമ്മറിയിൽ. പിന്നെ ഞാനൊരു പുതിയ ഐറ്റം കാണുന്നു, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സും മറ്റേ ആട്രിബ്യൂട്ട്സും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, നേരത്തെ സ്റ്റോർ ചെയ്ത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇവർ തമ്മിൽ മാച്ചിങ് എത്രത്തോളം കൂടുതൽ മാച്ചിങ് ഉണ്ടോ അത്രത്തോളം നമ്മൾ ആ ഐറ്റത്തിനെ ഒരു കോൺസെപ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു പോസിബിലിറ്റി മാത്രം. രണ്ടാമതൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്, വിച്ച് മീൻസ് മെൻ്റൽ പിക്ചേഴ്സ് ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ ഈവൻറ്റ്സ്. നമ്മളോട് ചോദിക്കുകയാണ് ഫുട്ബോൾ എന്നുള്ള ഗെയിം അതെങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് എന്താ? പ്രോബ്ലി ലൈക്ക് 11 into 2 പ്ലെയേഴ്സ് പ്ലേയിങ് ഈച്ച് അതർ ഒരു സ്റ്റേഡിയത്തിൽ, ലൈക്ക് വിത്ത് ഓൾ ദി ഓഡിയൻസ് അറൗണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ വിഷ്വലി അതിനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം ഇമേജസാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്പാനിൽ നമ്മുടെ ഉള്ളിൽ കയറി വന്നത്. അപ്പം വിഷ്വൽ ഇമേജസ് നമ്മുടെ നാച്ചുറൽ കോൺസെപ്റ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരുപാട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സെക്കൻഡ് പോസിബിലിറ്റീസ് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു പോസിബിലിറ്റി പറയുന്നത് നമ്മുടെ നാച്ചുറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മളതിനെയൊക്കെ എത്രത്തോളം എങ്ങനെയൊക്കെ ഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലും എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് നമ്മളതിനെ ഒരു ഫോം ആക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലും നമുക്ക് കോൺസെപ്റ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോ ദീസ് ആർ ദ പോസിബിലിറ്റീസ് വേർ വി കൻ സേ ദാറ്റ് കോൺസെപ്റ്റ്സ് ആർ റെപ്രസെൻറ്റഡ്. രണ്ടാമത്തെ എലമെൻ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്, അതിനെയാണ് പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. പ്രപ്പോസിഷൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സെൻറ്റൻസസ് ദാറ്റ് റിലേറ്റ് വൺ കോൺസെപ്റ്റ് ടു അനദർ ആൻഡ് ക്യാൻ സ്റ്റാൻഡ് എസ് സെപ്പറേറ്റ് അസേർഷൻസ്. നിങ്ങൾ ഈ വാക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള വാക്കാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ രാഹുൽ ഗ്രീറ്റഡ് സുരേഷ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഇവിടെ 2 ഫ്രണ്ട്സ് തമ്മിലുള്ളൊരു എഫെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഗ്രീറ്റഡ് എന്നുള്ള വാക്കാണ് ഇവിടെ പ്രപ്പോസിഷനായിട്ട് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പോളാർ ബേഴ്സ് ഹാവ് വൈറ്റ് ഫർ എന്നുള്ളൊരു വാക്ക് എന്നൊരു സെൻറ്റൻസ് എടുക്കുമ്പം ഒരു കോൺസെപ്റ്റും അതിൻ്റെ പ്രോപ്പർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനെയാണ്
ഈ ഈ പ്രപ്പോസിഷൻ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രപ്പോസിഷൻസ് ആക്ച്വലി ഒരു മെൻ്റൽ മോഡലാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ ഓരോ ഒബ്ജക്ട്സ് ആണെങ്കിലും ഈവൻറ്റ്സ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് തരുന്നതും നോളജ് സ്ട്രക്ചർ ചെയ്യാൻ സഹായിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നതുമായ ഒരു കാര്യത്തിനെയാണ് മെൻ്റൽ മോഡൽ എന്ന് വിളിക്കുന്നത്. പ്രപ്പോസിഷൻ അതുപോലൊരു മെൻ്റൽ മോഡലാണ്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കേസിൽ നോക്കിയപ്പം രണ്ട് വേർഡ്സ് തമ്മിൽ ഉള്ള ബന്ധം അതിനെ റിലേറ്റ് ചെയ്യാൻ സഹായിച്ചു. അതുപോലെ തന്നെ പല പല ഒബ്ജക്ട്സ് ഉണ്ട്, അല്ല എക്സ്റ്റേണലി പല ഒബ്ജക്ട്സ് ഉണ്ട്, ഈവൻറ്റ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. അത് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു ഇൻട്രാക്ഷൻ സംഭവത്തിനെയാണ് മെൻ്റൽ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട്സിലിടാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ബേസിക്കലി കാശുണ്ടാക്കാൻ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി ഒരു മെൻ്റൽ മോഡൽ കൺസ്ട്രക്ട് ചെയ്താലേ നമുക്ക് പ്രപ്പോസിഷൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സേ ഫോർ എക്സാമ്പിൾ അതിന് ഫസ്റ്റായിട്ട് ഞാൻ പല സ്റ്റെപ്സ് ചെയ്യണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആദ്യം ഞാൻ എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം, എത്രത്തോളം കടമുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക. രണ്ടാമത് ഒരു കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സോ കൊളീഗ്സോ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി എന്തായിരിക്കണം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് റിസ്ക്, എപ്പോഴൊക്കെയാണ് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ഞാൻ അയാളുടെ ഹെൽപ്പോടുകൂടെയോ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് കൂടുതൽ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓക്കെ, ഇത്രയും സ്റ്റെപ്സായിട്ട് ഞാൻ ചെയ്തു. ഒന്ന് നോട്ട് ചെയ്യുക, അതായത് ഇതിലേതിലേലും ഒരെണ്ണം മിസ്റ്റേക്ക് പറ്റിയാൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കൂട്ടുകാരൻ്റെ കേസിൽ തന്നെ അയാൾ എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. വിച്ച് മീൻസ് ആക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു മെൻ്റൽ മോഡലാണ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഫ്രണ്ട് റോങ് ഇൻഫർമേഷൻ തരുന്നതിൻ്റെ മാത്രമല്ല, അപ്പം റോങ് ആയിട്ടുള്ള അപ്പ് സ്റ്റോക്സിൻ്റെ ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ, അപ്പ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ എത്രത്തോളമാണ് ഓരോ കമ്പനിയും ഹൈക്കിലാണോ ഡൗൺ ആണോ എന്നുള്ളതൊക്കെ റോങ് ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ കാശ് പോവും. ഓക്കെ, ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനെയൊക്കെയാണ് മെൻ്റൽ മോഡൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ എന്താണോ എൻ്റെ എയിം അത് മീറ്റ് ചെയ്യാതെ പോകും. അപ്പം ദിസ് ഈസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഫോം മെൻ്റൽ മോഡൽസ്. ഓക്കെ, ഒരു ബിഹേവിയർ അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, അത് വിജയിക്കണമെങ്കിൽ നമ്മുടെ മെൻ്റൽ മോഡൽസ് എത്രത്തോളം അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ദിസ് ഓൾസോ ഷോസ് ദാറ്റ് നമ്മുടെയൊക്കെ തിങ്കിങ്ങിൽ പ്രപ്പോസിഷൻസ് ഉണ്ട്. ഓക്കെ, വിച്ച് മീൻസ് മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ എലമെൻ്റാണ് ഇമേജസ് അല്ലെങ്കിൽ മെൻ്റൽ പിക്ചേഴ്സ് ഓഫ് ദ വേൾഡ്. നമ്മുടെ തിങ്കിങ്ങിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ടും ഇമേജസ്, വിഷ്വൽ ഇമേജസ് ആണെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ആൻഡ് ഇൻഫാക്റ്റ് കോസ്ലിൻ എന്ന് പറഞ്ഞ ആൾ നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് 1994 മെൻ്റലി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഇമേജസ്, ഓക്കെ, ഉള്ളിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഇമേജസ് എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ ആക്ച്വൽ ഒബ്ജക്ട്സുമായിട്ട് കാണുന്നതുമായിട്ട് വളരെ സിമിലർ ആയിട്ടാണെന്നാണ് കോസ്ലിൻ്റെ സ്റ്റഡി പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ, മെൻ്റൽ ഇമേജ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ആക്ച്വലി ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾ നേരത്തെ ഉള്ള ഒരു സ്റ്റേഡിയം, നിങ്ങൾ ഏതെങ്കിലും മാച്ച് കണ്ടിട്ടുള്ള സ്റ്റേഡിയം അല്ലെങ്കിൽ അതുമായിട്ട് ക്ലോസ് ഇനഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഡിയമായിട്ടായിരിക്കും നിങ്ങളതിനെ ലിങ്ക് ചെയ്യുന്നത്. വിച്ച് ഷോസ് ദാറ്റ് ആർ മെൻ്റൽ ഇമേജസ്, വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത് സോ മച്ച് ആക്യുറേറ്റ് ടു ദ റിയൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലേസ്. കാരണം നമ്മൾ ദ വേ വി തിങ്ക് ഇസ് ആക്ച്വലി ദ വേ ഇറ്റ് വുഡ് എക്സിസ്റ്റ്. ശരിക്കും അങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളതിനെ ഫ്രെയിം ചെയ്യുക. വേറൊരു എക്സാമ്പിളായിട്ട്, അപ്പം നിങ്ങളോട് ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് നിങ്ങൾ നടക്കുകയാണ് ഇമാജിൻ ചെയ്യാൻ പറയുന്നു. അപ്പം ആൾക്കാർ പറയുന്നത്
ആ ഒബ്ജക്റ്റ് ഏതാണോ, ഏതിൻ്റെ അടുത്തോട്ടാണോ നിങ്ങൾ നടക്കുന്നത്, അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ച് പുറകോട്ട് കാണുമ്പോഴും അത് ചെറുതാവാനും തുടങ്ങി. ഇങ്ങനെ തന്നെയാണ് റിയൽ വേൾഡിൽ നടക്കുന്നത്. ഇമാജിൻ ചെയ്തപ്പോഴും ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഇമാജിൻ ചെയ്തത്. അപ്പം വിച്ച് ഷോസ് that mental manipulations performed on images of objects are very similar to that of performed on an actual object. വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്തു. അവരോട് ചോദിച്ചു 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കാമോ എന്നുള്ളത് ഇമാജിൻ ചെയ്തിട്ട് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തടുത്തുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇമാജിൻ ചെയ്തവർ പെട്ടെന്ന് പറയുകയും ദൂരം കൂടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉള്ളവർ ഇമാജിൻ ചെയ്തവർ സമയമെടുത്തിട്ടായിരിക്കും അതിനുള്ള റെസ്പോൺസ് കൊടുത്തത്. ഓക്കെ, ദിസ് ഷോസ് ഹൗ പ്രിസൈസ് എത്രത്തോളം പ്രിസൈസാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്നുള്ളത് ആലോചിച്ച് നോക്കും. കാരണം നമുക്കത് റിയലിസ്റ്റിക് ആക്കണം. ആൻഡ് ദാറ്റ്സ് വൈ വി സേ മെൻ്റൽ ഇമേജ് എന്ന് പറയുന്നതും തിങ്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പുതിയ റിസർച്ചുകൾ പറയുന്നത് മെൻ്റൽ ഇമേജറി എന്ന് പറഞ്ഞ ടെക്നിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ്. ഈവൻ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പം നല്ല നല്ല ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ വെയിറ്റ് ലൂസ് ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളൊരു ഗോൾ വെക്കുകയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് മെൻ്റൽ ഇമേജറി യൂസ് ചെയ്യിപ്പിച്ച് ഈ പെർഫോമൻസിന് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടത്താനുള്ള ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ടൈലർ നടത്തിയ സ്റ്റഡിയിലാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പം പറയുന്നത് നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ പ്രോസസ്സുകളിലും ഓരോ സ്റ്റെപ്പുകളിലുമാണ്. ആ ഔട്ട്കം കിട്ടുന്നതിന് ഇപ്പം വെയിറ്റ് ലോസ് ആണ് അതിൻ്റെ ഔട്ട്കം എങ്കിൽ ആ വെയിറ്റ് ലോസ് എന്നുള്ളത് മാത്രമല്ല, അതിലുള്ള ഓരോ സ്റ്റെപ്പുകളും നമുക്ക് ബെനിഫിറ്റായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രാക്ടിക്കലാവുന്നത്. അല്ലാതെ വെറുതെ ഓക്കെ ആദ്യമേ വെയിറ്റ് ലൂസ് ചെയ്തു എന്നുള്ള ഔട്ട്കം മാത്രമല്ല, നമ്മൾ ഓരോ പ്രോസസ്സുകളും അതിലുള്ള വരുന്ന പ്രോസസ്സുകളും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം വെയിറ്റ് ലൂസിങ് ആണ് നമ്മുടെ ഗോളെങ്കിൽ അതിൽ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഓടാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ആ ഗോളിലോട്ട് എത്തുന്നത്. ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, നോട്ട് ജസ്റ്റ് വെയിറ്റ് ലൂസ് ചെയ്യുന്ന കാര്യം.